എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങിക്കുന്നവരും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നത് നിർബന്ധമാണ്. ഇപ്പോൾ ആ പ്രക്രിയ നടന്നുകൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ അക്ഷയ പ്രോജക്റ്റിൻ്റെ തന്നെ മസ്റ്ററിംഗ് പോർട്ടലായ ജീവൻ രേഖ വഴി വിജയകരമായി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിച്ച എല്ലാവരുടെയും വിവരങ്ങൾ സേവന പോർട്ടലിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകളും വന്നിരുന്നു. മസ്റ്ററിംഗ് വിവരങ്ങൾ ഇങ്ങനെ സേവന പോർട്ടലിൽ അപ്ഡേറ്റ് ആവുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തെങ്കിൽ മാത്രമേ തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇന്നിവിടെ നോക്കുന്നത് ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്തവരുടെ വിവരങ്ങൾ സേവന പോർട്ടലിൽ എങ്ങനെ പരിശോധിക്കാമെന്നും സേവന പോർട്ടലിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിച്ചവരുടെ വിവരങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പരിഹാര മാർഗമെന്നുമാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി ഗൂഗിൾ എടുത്ത ശേഷം പെൻഷൻ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഈ സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ ആധാർ എന്നുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നമ്പറുകളുണ്ട്. ആ നമ്പർ എന്താണോ അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരയുക എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. തുടർന്ന് പെൻഷൻ ഗുണഭോക്താവിൻ്റെ വിശദ വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ്. പേരും എന്നു തൊട്ടാണ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നും എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർക്ക് നമുക്കിവിടെ കാണാം സമർപ്പിച്ചിട്ടില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സമർപ്പിച്ചു എന്ന് ഇവിടെ വന്നെങ്കിൽ മാത്രമേ തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇത് സോഫ്റ്റ്വെയറിൻ്റെ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജീവൻ രേഖ സോഫ്റ്റ്വെയറിൻ്റെ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് വരാത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ അക്ഷയയിലെത്തി വിജയകരമായി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവരായിരിക്കും. അപ്പോൾ തന്നെ അപ്ഡേറ്റായി വരേണ്ടുന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല. തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ഈ ഗുണഭോക്താവിന് ലഭിച്ചിട്ടുള്ള പെൻഷൻ്റെ ഒരു ലിസ്റ്റ് അവിടെ ലഭിക്കും. അതുപോലെ തന്നെ ഈ വർഷം ലഭിച്ചിട്ടുള്ള പെൻഷൻ എത്ര രൂപയാണ്, ഏതൊക്കെ മാസങ്ങളിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച വിശദമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ അപ്ഡേറ്റായി വരാത്തവർ എന്ത് ചെയ്യണമെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ജീവൻ രേഖ സോഫ്റ്റ്വെയറിൻ്റെ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ അപ്ഡേറ്റായി വരാത്തവർ ചെയ്യേണ്ടുന്നത് ഇവിടെ അക്ഷയയുടെ വെബ്സൈറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കോൺടാക്ട്സ് എന്ന് കാണാം. അവിടെ ഓരോ ജില്ലയിലെയും പ്രോജക്റ്റ് മാനേജർമാരുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ജില്ലാ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടാം. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ മസ്റ്ററിംഗ് ചെയ്തത് ആ അക്ഷയയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. മസ്റ്ററിംഗ് ചെയ്ത അക്ഷയയെ തന്നെ സമീപിക്കണമെന്നില്ല. സംസ്ഥാനത്ത് IT മിഷൻ്റെ കീഴിലുള്ള ഏതൊരു അക്ഷയയും സമീപിക്കാവുന്നതാണ്. അവിടെ നമ്മൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചപ്പോൾ അവിടെ നിന്നൊരു കൺഫർമേഷൻ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രിൻറ്റും അതിനോടൊപ്പം മസ്റ്ററിംഗ് സമയത്ത് കൊടുത്ത രേഖകൾ പ്രധാനമായിട്ടും ആധാർ രേഖ, ആധാറും ഈ കൺഫർമേഷൻ പ്രിൻറ്റും കൂടി അക്ഷയ കേന്ദ്രത്തിൽ സമർപ്പിച്ചാൽ അവർ അത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും അവിടെ നിന്നും സ്റ്റേറ്റ് സെല്ലിലേക്ക് അയച്ച് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കുകയും അവിടെ നിന്നും സ്റ്റേറ്റ് തലത്തിൽ അയച്ചു കൊടുത്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കും എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. മസ്റ്ററിംഗ് സ്റ്റാറ്റസിന് നേർക്ക് സമർപ്പിച്ചു എന്ന് കാണിക്കുന്നവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്ത കാലത്ത് പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർക്ക് ബാധകമല്ല എന്ന് കാണിക്കും. അവരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.